ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഇന്നൊരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് മുരിങ്ങയിലയും പിന്നെ ഒരു 1/4 കപ്പോളം ഉഴുന്നും കൂടെ ചേർത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒട്ടും തന്നെ ഓയിലൊന്നും ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വായോ. ഇതുണ്ടാക്കാനായി ആദ്യം നമുക്ക് ഈ മുരിങ്ങയിലയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്നങ്ങ് റോസ്റ്റാക്കി എടുക്കണം. ഞാനത് കഴുകി വൃത്തിയാക്കി ഒന്ന് ഉണക്കിയെടുത്ത മുരിങ്ങയിലയാണ് കേട്ടോ. നല്ല വെയിലത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉണക്കിയെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കാൻ. ഞാൻ ചെറുതായിട്ട് എൻ്റെ വെള്ളം വറ്റുന്നവരെ ഒന്ന് ഉണക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പാനിൽ എണ്ണയൊന്നും ചേർക്കാതെ ഈ മുരിങ്ങയിലയിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന ഒരു പാകം ഉണ്ടല്ലോ, ആ പാകം വരെയും നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം. ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി, ഒരുപാട് അങ്ങ് ഫ്ലെയിം കൂട്ടി ഒന്നും വെക്കണ്ട. ഇപ്പോൾ ദാണ്ടൊന്ന് മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ വയറ്റുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു ഇത് മാറി വരുമ്പോൾ ചില്ലെന്നുള്ളൊരു സൗണ്ടോട് കൂടി ഇങ്ങനെ കിട്ടും. ഇപ്പോൾ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഒന്ന് വയണ്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടുന്നത്. ഈ പരുവാകുമ്പോഴേക്കും നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിത് ഈ പാനിൽ നിന്ന് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റുന്നുണ്ട്. ഇനി വീണ്ടും അതേ പാൻ തന്നെ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഒരു സ്പൈസ് ലെവലിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇത് ഉഴുന്നൊക്കെ കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെയും ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. ചെറിയ തീയിലൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. ഇപ്പോൾ ദാണ്ട് ഉഴുന്നൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട്, അതായത് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടെ കളറൊന്ന് മാറ്റിയെടുക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ദാണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ കളറൊക്കെ ഒന്ന് മാറി വന്നതുണ്ടോ. അപ്പോൾ ഈ ഒരു പരുവം വരെയാണ് നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കേണ്ടത്. അപ്പം ദാണ്ട് ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇനി ഇതും നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വീണ്ടും അതേ പാനിൽ തന്നെ ഒരു കപ്പോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങയും നന്നായിട്ട് ഒന്നങ്ങ് വറുത്തെടുക്കാം. ഒരുപാട് നിറം ഒന്നും മാറ്റിയെടുക്കണ്ട. ജസ്റ്റ് അതായത് നിറം ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു സ്റ്റേജ് ഉണ്ടല്ലോ, വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരുന്നൊരു ഭാഗം, അതുവരെയും ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ ദാണ്ട് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റേജൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഓഫാക്കാം. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ഇതും ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ട് എല്ലാം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഈ നമ്മളിപ്പോൾ വറുത്തെടുത്ത ഐറ്റംസ് എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ തേങ്ങ നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ടൊന്നങ്ങ് വറുത്തെടുക്കാം. അതായത് കളറ് മാറുന്ന രീതിയിൽ വറുത്തെടുത്താൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസത്തോളമൊക്കെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് അത്രയ്ക്കങ്ങ് വറുക്കാത്തത്, അതായത് ഒരു നിറം മാറുന്ന രീതിയിലാക്കാത്തത്, എനിക്കിതൊരു 4 ദിവസത്തിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ്ട് ഇത് നന്നായിട്ട് തേങ്ങയും എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനു വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഈ സമയം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. വെള്ളം ഒന്നും ചേർക്കാതെ പൊടിച്ചെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, കാണുമ്പോഴേ നല്ല കഴിക്കാൻ തോന്നും. നമ്മൾ ഇതിലേക്ക് ഓയിലോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സൈഡിലൊരു മീൻ കറിയോ മോര് കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ പൊളിയാണ്. നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ ഒരുപാട് മുരിങ്ങയിലേക്ക് കിട്ടുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഇങ്ങനെ കഴിക്കാം കേട്ടോ. നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ ദാണ്ട് ഇത് ഇനി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ഭരണിയിലോ അങ്ങനെ ഇട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. പിന്നീടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഇത് ബെസ്റ്റാണ്. ഈ മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഒഴിച്ചറിയുടെ കൂടെ ഇത് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവരറിയാതെ അങ്ങ് കഴിച്ചു പോകും കേട്ടോ. അതാണ് ഇതുപോലെ നല്ല മീൻകറിയുടെ കൂടെയൊക്കെ ഇതങ്ങോട്ട് ഒഴിച്ച് കഴിക്കണം, പൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ആക്കി നോക്കിക്കോളൂ, എന്തായാലും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.